ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്ന് കാണിക്കുന്നത് ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. ചിക്കൻ നമ്മൾ പലതരത്തിലും ഫ്രൈ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ ചിക്കൻ ഞാനിത് ഫ്രൈ ചെയ്യുന്നത് കുക്കറിലാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില, 8 മുതൽ 10 വരെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ഇഞ്ചി പീസ് ചേർത്ത് കൊടുക്കാം. കാൽമുറിയോളം സവാള ചേർത്ത് കൊടുക്കാം. സവാളക്ക് പകരം ഒരു 5-6 കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്താൽ മതി. 5-6 വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് ആക്കി എടുത്തു കൊണ്ടുവരാം. ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം ഇതിലേക്ക് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് ഇവിടെ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. പൊടികളൊന്നും ചേർക്കാതെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതാ ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് ചിക്കനിലേക്ക് മസാല പുരട്ടി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് എല്ലാം കൊട്ടോട് കൂടിയിട്ടുള്ള ഒരു 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി മസാലയിൽ കുറച്ച് ഉപ്പ് ചേർത്തതാണ്. ഇനി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്തത്. നമുക്ക് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. ഒരു 10-15 കാന്താരി മുളക് ചേർത്ത് കൊടുത്തിട്ട് പേസ്റ്റ് ആക്കി എടുത്താൽ മതി. ഇനി ഈ ചിക്കനിൽ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പം ഒന്ന് കോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചിക്കനിലേക്ക് മസാലയൊക്കെ പുരട്ടിയിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. ഞാൻ കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ ആയി ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുക്കറിലേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇട്ട് കൊടുക്കരുത്. ഒരു 3-4 വെച്ച് വേറെ വേറെ വിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പം ചെറിയ കുക്കർ ആയതുകൊണ്ട് 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ സൈസൊക്കെയാണ് ഒരു 5-6 എണ്ണം ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ എല്ലാം എണ്ണയിൽ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കറിന്റെ അടപ്പ് അടച്ചു കൊടുക്കാം. അടക്കുമ്പം വിസിൽ ഊരി വെച്ചിട്ട് അടച്ചു കൊടുത്താൽ മതി. വിസിലിട്ട് അടക്കരുത് കേട്ടോ. വിസിൽ ഊരിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒരു ഭാഗം ഒന്ന് നന്നായി മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അടുത്ത ഭാഗവും ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുക്കറിലായതുകൊണ്ട് ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. പുറം ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു കളറായിട്ട് കിട്ടും. അങ്ങനെ ചിക്കൻ എല്ലാം ഞാനിതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2-3 ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തത്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയത് പാൽക്കപ്പയാണ്. ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു പാൽക്കപ്പ ഉണ്ടാക്കുന്നത്. പാൽക്കപ്പൻ്റെ കൂടെ ഒരു ഗ്രേവിയും ഈ ചിക്കൻ ഫ്രൈയും കൂടി ആയപ്പം അടിപൊളി ടേസ്റ്റ്. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഒരുപാട് പൊടികളൊന്നും ചേർക്കാതെ, മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഉണ്ടാക്കാൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.